ഹലോ നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് വേറൊന്നുമല്ല. നമുക്കൊരു യൂസർ എക്സ്പീരിയൻസ് സർവേ, അതായത് നമുക്കൊരു പർട്ടിക്കുലർ വെബ്സൈറ്റോ പ്ലാറ്റ്ഫോമോ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. സോ ആസ് എ യുഎക്സ് ഡിസൈനർ നമ്മുടെ ഒരു കാര്യമാണ്, നമ്മൾ യൂസർ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്, യൂസർ സർവേസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, യൂസബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. സോ ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് യൂസർ സർവേ, സർവേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ നമുക്ക് എങ്ങനെ സർവേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സർവേക്ക് വേണ്ടി ക്വസ്റ്റ്യനറി എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, ഏത് പ്ലാറ്റ്ഫോമിൻ്റെ ഹെൽപ്പോടെ, അത് നമുക്ക് ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഫോമാണ്. ഗൂഗിൾ ഫോമിൻ്റെ ഹെൽപ്പോടെ നമുക്ക് എങ്ങനെ റെസ്പോൺസ് കിട്ടാനും എങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് ലഭിക്കാൻ പറ്റും എന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങളൊരു ബ്രൗസർ ചൂസ് ചെയ്യുക. ബ്രൗസർ പേര് എങ്ങനെ ആവട്ടെ, ഞാനിപ്പോൾ തൽക്കാലം എനിക്ക് ക്രോം ബ്രൗസർ വന്നിട്ടുണ്ട്. ക്രോമിൽ വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ വന്നിട്ട് ഞാൻ ഒരു പ്രോംപ്റ്റ് എൻ്റർ ചെയ്യും. പ്രോംപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചാറ്റ് ജിപിടി എടുത്തൊരു പ്രത്യേക തരമായിട്ട് പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ പ്രത്യേക തരമായിട്ട് ഇന്നൊരു പേഴ്സണയിൽ ആക്ട് ചെയ്യാൻ പറയണമെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കാറുണ്ട്. പ്രോംപ്റ്റിൻ്റെ ഹെൽപ്പോടെ നമുക്ക് ചാറ്റ് ജിപിടി എന്ന് പറയാൻ പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷണലായിട്ടോ വർക്ക് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റുന്നതാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു ടെക്സ്റ്റിനാണ് പറയുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ചാറ്റ് ജിപിടി കൊടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഞാനിപ്പോൾ ടെക്സ്റ്റ് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ചാറ്റ് ജിപിടി ഇടാവുന്നതാണ്. ഞാൻ അതാ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. സോ ഇതാണ് അതിൻ്റെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രോംപ്റ്റ് ഒന്ന് വായിച്ചു തരാം. യു ആർ എ യു എക്സ് ഡിസൈനർ ടാസ്ക്ഡ് വിത്ത് ക്രിയേറ്റിംഗ് എ യൂസർ എക്സ്പീരിയൻസ് സർവേ ടു ഗ്യാദർ ഫീഡ്ബാക്ക് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. ഇവിടെ നിങ്ങളൊരു സ്പേസ് ആണ്. ഈ ടോപ്പിക്കിനോട് ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങളുടെ ടോപ്പിക് എന്താണ്? നിങ്ങൾക്ക് ഒരു ഫുഡ് ഡെലിവറി ആപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് ആ ടോപ്പിക് എൻ്റർ കൊടുക്കുക. ഓക്കെ, so your goal is to develop clear, concise and insightful questions that will help you understand user needs and pain points. സോ ഇവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏതാ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ടാസ്ക് എന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സർവേ ഇൻട്രൊഡക്ഷൻ ടെക്സ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ടോപ്പിക്ക് വെച്ചൊരു ഇതും കൊടുത്തിട്ടുണ്ട്. സോ ചാറ്റ് ജിപിടി അതനുസരിച്ച് നമ്മുടെ റിക്വയർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് സർവേ ക്രിയേറ്റ് ചെയ്യാൻ സർവേയിൽ ക്വസ്റ്റ്യനറി സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ പോയിട്ട് ടോപ്പിക്കിൻ്റെ അവിടെ ഞാൻ കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയ ഫോർ ഓൺട്രപ്രണേഴ്സ്. ഓൺട്രപ്രണേഴ്സ് സ്പെല്ലിംഗ് കറക്റ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറക്റ്റാണോ? ENTRE ആണോ? ഓൺട്രപ്രണർ റേറ്റ് ഇതാണ് സ്പെല്ലിംഗ്. സോറി, സ്പെല്ലിംഗ് തെറ്റിപ്പോയി. സ്പെല്ലിംഗ് ഞാൻ കറക്റ്റ് ചെയ്യാം ഇവിടെ. ഇവിടെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. Entrepreneurs, your goal is to create something like this topic, insert a specific topic for UX service. It could be a website app, service delivery, physical product. Okay, so ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യാം. ഇവിടെ പോയിട്ട് ഹിയർ ഡീറ്റെയിൽസ് തന്നെ എവിടെ ടോപ്പിക് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ പോയിട്ട് കൊടുക്കുകയാണ് ടോപ്പിക്കിൻ്റെ അവിടെ. എനിക്ക് വേണ്ടത് വി ആർ കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ gets funding and investors in the investors. സോ ഇതാണ് കൊടുക്കാൻ പോകുന്നത്. സോ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രീഫ് ഡിസ് ചെയ്ത ഇന്ത്യയുടെ യൂസേഴ്സ് ടോപ്പിക്. സോ അത് വേണമെങ്കിൽ കൊടുക്കാതാണ്. തൽക്കാലം ഞാൻ കൊടുക്കുന്നതൊന്നും. സോ ഇവിടെ പോയിട്ട് ഇത്രയും കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് കൊടുക്കുന്നു. ഓക്കെ, എൻ്റർ കൊടുക്കുന്നു. എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും സർവേ ഇൻട്രൊഡക്ഷൻ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സർവേയുടെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിറങ്ങി. ഓക്കെ, സോ ഇവിടെ ഒരു പ്രശ്നം ഞാൻ കണ്ടെന്ന് വെച്ചാൽ, ഹൗ ഓഫൺ ഡു യൂസ് പ്ലാറ്റ്ഫോം ഫോർ ഓൺട്രപ്രണേഴ്സ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് ഐഡിയ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. ഞാൻ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ട് ഇപ്പം റാൻഡമായിട്ടൊന്നൊരു പ്ലാൻ ആയിരുന്നു. സോ ലൈക്ക് അതാണ് ഞാൻ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കാതെ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് ഒന്നൊരു ഐഡിയ ആയിരുന്നു. എനിക്ക് ഈ ടൈം കുറച്ച് കോൺസ്ട്രെയിൻറ്റ് വരുന്നതുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ആ കാരണം കൊണ്ടാണ് പെട്ടെന്നൊരു ടൈം ഗ്യാപ്പ് കിട്ടി, പെട്ടെന്നൊരു ഐഡിയ കിട്ടി. സോ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുന്നതാണ്. ഇന്ന ടോപ്പിക്ക് സർവേയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതിപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സർവേ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് റെസ്പോൺസ് ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, കളക്ട് ചെയ്തതിന് ശേഷം ലൈക്ക് നമുക്ക് പ്രോപ്പറായിട്ടൊരു ആപ്പ് ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, ലൈക്ക് ഓൺട്രപ്രണേഴ്സിന് അങ്ങനത്തെ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് ഇപ്പം ഞാൻ ഉദ്ദേശിച്ച സോഷ്യൽ മീഡിയ പോലത്തെ പ്ലാറ്റ്ഫോംസ് അല്ലേ. സോഷ്യൽ മീഡിയ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോകുകയാണെങ്കിൽ കുറേ അധികം റീൽസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്, ഫണ്ണി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കാറ്റഗറീസ് കിട്ടുന്നുണ്ടല്ലേ. സോ ഓൺട്രപ്രണേഴ്സിന് വേണ്ടി എന്തുകൊണ്ട് ഒരു പ്രോപ്പറായിട്ട് ആ പ്ലാറ്റ്ഫോം വെച്ചുകൂടാ? ലൈക്ക് ലിങ്ക്ഡിൻ അല്ലേ പറയുന്നത്. ലിങ്ക്ഡിൻ ഇസ് എ ഡിഫറെൻറ്റ് തിങ്, റൈറ്റ്? അവിടെ കാണാറുണ്ട് കാര്യങ്ങൾ. പക്ഷേ എനിക്ക് വേണ്ടതൊരു അതുപോലത്തെ ലൈക്ക് ഓൺട്രപ്രണേഴ്സിനെ ഫോക്കസ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ്. സോ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. സോ ഇവിടെ ഒരു പ്രശ്നം ഞാൻ നേരിടുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബട്ട് വി ഡോണ്ട് ഹാവ് പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കൊടുക്കുന്നു ദർ ഇസ് നോ പ്ലാറ്റ്ഫോം ആസ് ഓഫ് നൗ. ഐ നീഡ് questionnaires
related to okay, sorry for the typing issues. Questionnaire is related to this topic where I can understand my targeted users needs and investors needs and also their pain points. ഓക്കെ, മൈക്ക് ഇവിടെ കിടന്ന് ഇരിക്കുന്നുണ്ട്, അതിന് മറ്റൊരു ഇതുണ്ടല്ലോ, അതാണ് ഇവിടെ കുറച്ച് ടൈപ്പ് ചെയ്യുന്ന പാടുപെടുന്നത്. ഓക്കെ, വെയിറ്റ്, മൈക്ക് കുറച്ച് മാറ്റി വിടത്തില്ല, ഓഡിയോ പ്രശ്നം വരത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ടാർഗറ്റ് യൂസേഴ്സ് നീഡ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് നീഡ്സ് ആൻഡ് ഓൾസോ ദെയർ പെയിൻ പോയിന്റ്സ് so that I can take informed decisions. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് എൻ്റർ കൊടുക്കാം. സോ എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് അതനുസരിച്ച് വരും. നമുക്ക് ട്രൈ നോക്കാം എങ്ങനെ ആയിരിക്കണമെന്ന്. സോ ഇവിടെ ഹൗ വുഡ് യു ഡിസ്ക്രൈബ് യുവർ കറന്റ് ഓൺടർപ്രണർഷിപ്പ് ജേർണി? വാട്ട് ആർ ദ പ്രൈമറി ഗോൾസ് ഫോർ യൂസിങ് എ പ്ലാറ്റ്ഫോം ഫോർ ഓൺടർപ്രണേഴ്സ് ലൈക്ക് അവേഴ്സ്? വാട്ട് ഫീച്ചേഴ്സ് വുഡ് ബി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു ഓൺ എ പ്ലാറ്റ്ഫോം ഫോർ ഓൺടർപ്രണേഴ്സ്? അവിടെ കൊണ്ട് നെറ്റ്വർക്കിംഗ് ടൂൾസ് ആണോ, ചാറ്റ് ഫോറംസ് ആണോ, മെൻറ്ററിംഗ് മാച്ചിങ് ആണോ, ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ആണോ, ബിസിനസ് ഷോക്കേസ് ഓപ്പർച്യൂണിറ്റീസ് ആണോ? ആര് കറന്റ് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റാർട്ടപ്സ് ഓൺടർപ്രണർ വെഞ്ചേഴ്സ്? ഇത് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയാണ്, ഇത് യൂസേഴ്സിന് വേണ്ടി, നമ്മുടെ ഓൺടർപ്രണേഴ്സിന് വേണ്ടിയാണ്, ഇത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയാണ്. ഓൺടർപ്രണർ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിപ്പോൾ ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് ആവാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആവാം. സോ സ്വിഗ്ഗി, സൊമാറ്റോ പോലത്തെ നമുക്ക് സ്റ്റാർട്ടപ്പ് കേട്ടില്ലേ? സോ അവരൊക്കെ ചെയ്യുന്നതാണ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ നോക്കാവുന്നതാണ്. നമ്മുടെ ടോപ്പിക് ഇപ്പോൾ അതിനെക്കുറിച്ചല്ല, ഐ മീൻ ഒബ്വിയസ് റിലേറ്റഡ് ആണ്. എനിക്ക് അറിഞ്ഞു ഡീറ്റെയിൽ ഒരു പഠിക്കണമെങ്കിൽ നിങ്ങൾ പോയി നോക്കാവുന്നതാണ് ഇൻ്റർനെറ്റിനകത്ത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ആര് കറൻ്റ് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ടപ്പ്, ഇത് ഇപ്പം നമുക്ക് കിട്ടിയത് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയാണ്. വാട്ട് ഫാക്ടേഴ്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു വെൻ കൺസിഡറിങ് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റാർട്ടപ്പ്? പൊട്ടൻഷ്യൽ ഹൈ റിട്ടേൺ, സ്ട്രോങ് ബിസിനസ് മോഡൽ, ഇന്നോവേഷൻ, എക്സെട്ര എക്സെട്ര. സോ ഇവിടെ ലൈക്കേർട്ട് സ്കെയിൽ എന്നൊരു സംഭവം വരുന്നുണ്ട്. ലൈക്കേർട്ട് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ലൈക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കിപ്പം ഓൺ എ സ്കെയിൽ ഓഫ് 1, 2, 3, 4 അല്ലെങ്കിൽ യു സ്ട്രോങ്ലി അഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, അല്ലെങ്കിൽ അഗ്രി ഡിസഗ്രി എന്ന് പറഞ്ഞൊരു സംഭവം വരത്തില്ലേ? സോ അതാണ് ലൈക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും നമ്മൾ എത്ര റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്, അതനുസരിച്ച് ലൈക്കേർട്ട് സ്കെയിൽ ആണെന്നാണ് അതിന് പറയുന്നത്. സോ അതിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിനകത്ത് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ. പിന്നെ ഓപ്പൺ എൻഡഡ് ആണ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനറീസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ഫോം സർവേ ഫിൽ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു യൂസറും കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ നിൽക്കത്തില്ല. സോ അവർ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് പ്രാധാന്യമേറിയ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് മാത്രം സെറ്റ് ചെയ്യുക. ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു യൂസറിൻ്റെ അടുത്ത് മൾട്ടിപ്പിൾ ചോയ്സ് പോലെ ഇന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പറയുന്നതല്ല. യൂസറിന് എന്താണ് വേണ്ടതെന്ന് യൂസറിന് ടൈപ്പ് ചെയ്യാൻ പറ്റണം. യൂസറിന് അവർക്ക് ആവശ്യമുള്ള എന്താണ്, അല്ലെങ്കിൽ അവരെന്താണോ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് അവരുടെ ഉത്തരം എന്താണോ ആ ഉത്തരം അവർക്കത് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റണം, ഐ മീൻ ടൈപ്പ് ചെയ്യാൻ പറ്റണം. സോ അതിനാണ് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യനറീസ് പറയുന്നത്. സോ അവിടെ യൂസേഴ്സ് കുറച്ചും കൂടെ എലോബറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അവിടെ നമുക്ക് കുറച്ചുകൂടെ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ഐ നീഡ് 15 questions. ഐ നീഡ് 15 questions for this. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ കണ്ടോ, ഫോർ ഓൺടർപ്രണർഷിപ്പ് ഫോർ യൂസേഴ്സ്, വാട്ട് സ്റ്റേജ് ഈസ് യുവർ ബിസിനസ് കറൻ്റ്ലി ഇൻ? What are your primary goals for using platform for entrepreneurs like ours? How often do you see funding or investment opportunities for your business? What features would be most important to you on a platform for entrepreneurs? How satisfied are you with the current platforms available for entrepreneurs? What challenges do you currently face in your entrepreneurship journey? അതവിടെ ഓപ്പൺ എന്ന ക്വസ്റ്റ്യൻ ആണ്. How important is it for you to have access to mentorship or advisory services? അപ്പം ഫോർ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി എന്തൊക്കെയാണെന്ന് കൊടുക്കാൻ പറ്റും. What challenges do you face in identifying investment opportunity startup? A common question for both. What additional feature services would you like to see on a platform for entrepreneurs and investors? Is there anything etc. ലൈക്കേർട്ട് സ്കിൽ വന്നിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാനിവിടെ അടുത്ത് ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാണ് ഗൂഗിൾ ഫോംസ്. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് സൈൻ ഇൻ കൊടുത്തിട്ട് ഞാനിവിടെ ഇത് കൊടുക്കുന്നു. ഓക്കെ, ബ്ലാങ്ക് ഫോം കൊടുത്തിട്ട് ഈ ഒരു സ്പേസ് ഇങ്ങനെ വരും. സോ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഞാനിവിടെ പതുക്കെ ChatGPT ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ എനിക്ക് വേണ്ട സംഭവങ്ങൾ കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ തന്നെ ഞാൻ ഒരു എന്താ പറയുക, ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, സർവേ ഹെഡിങ്, സർവേയുടെ ഹെഡിങ് ക്രിയേറ്റ് എ സർവേ ഹെഡിങ് ഫോർ ദിസ്. ഓൺടർപ്രണറിയൽ പ്ലാറ്റ്ഫോം ഫീഡ്ബാക്ക് സർവേ. ഫീഡ്ബാക്ക് അല്ല നമുക്ക് വേണ്ടത്, സോഷ്യൽ മീഡിയ
കൊടുക്കാമോ? ഓൺടർപ്രണർ പ്ലാറ്റ്ഫോം സർവേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഒബ്വിയസ്ലി മിക്സഡ് ആണ്. അത് നിങ്ങളുടെ പ്ലാറ്റ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വേണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇത് വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടെ ഇതിന് കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം വരുത്താൻ പറ്റും. ചാറ്റ് ജി പി യുടെ ഒരു കമൻറ്റ് കൊടുത്തിട്ട് കമാൻഡ് ചെയ്താൽ മതി. അത് ചാറ്റ് ജി പി ടി അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് നിങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ ചാറ്റ് ജി പി ടിയിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് അതേപോലെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇറലവൻ്റ് ആയിട്ട് വല്ലതും വന്നിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ മാറ്റിയിട്ട് നിങ്ങൾക്ക് അതുമായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കുക. യൂഷ്വലി ഞാൻ ഇത് വെച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാനും വരുത്താറുള്ളൂ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. വലിയ സ്കെയിലിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് എൻ്റെ സ്കെയിലൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ ആവശ്യം വരാറുള്ളൂ. ചെറിയ ചെറിയ മൈനർ ചേഞ്ചസ് ഞാൻ വരുത്താറുള്ളൂ. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ ലെങ്ത് ആയി 11 മിനിറ്റ് സംതിങ് വീഡിയോ ആയിട്ടുണ്ട്. സോ ഞാൻ വലുതായിട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെ പ്ലാറ്റ്ഫോം. ഓക്കെ, എങ്ങനെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഞാൻ കോപ്പി പേസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, വെയിറ്റ്, Ctrl+C, ഇവിടെ പോയിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബെസ്റ്റ്. ഇത് ബാക്ക് അടിച്ചോട്ടെ. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ കൊടുത്താണ് വി ആർ conducting a survey for creating a platform for entrepreneurs where they can have a common circle and form a community, also get investment opportunities. ഇത് ചാറ്റ് ജി പി ടി വെച്ച് ജനറേറ്റ് ചെയ്താണ്, ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇവിടെ പോയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഗൂഗിൾ ഫോം യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ പോയിട്ട് വാട്ട് സ്റ്റേജസ് ബിസിനസ് കറന്റ് ഇവിടെ പോയിട്ട് ഇത് കോപ്പി ചെയ്തിട്ട് Ctrl+C എടുത്ത് കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ അതിന് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മാറ്റുന്നു. സോ വാട്ട് സ്റ്റേജസ് ബിസിനസ് കറന്റ് സോ അവിടെ പോയിട്ട് എനിക്കത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലേ. സോ ഞാനിവിടെ പോയിട്ട് എന്തൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് തിങ് ഐഡിയ സ്റ്റേജ്. സോ ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇതിപ്പം ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ കാണിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കണോ, ചെക്ക് ബോക്സ് കൊടുക്കണോ, ഡ്രോപ്പ് ഡൗൺ വേണോ, ലീനിയർ സ്കെയിൽ. ഗൂഗിൾ ഫോമിൽ ലീനിയർ സ്കെയിലാണ് നമ്മുടെ ലൈക്കർ സ്കെയിൽ എന്ന് പറയുന്നത്. ലൈക്കർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ 1 to 5 നിങ്ങൾക്ക് റേറ്റ് ചെയ്യാൻ പറ്റും. എത്രയാണ് നിങ്ങൾ റേറ്റ് കൊടുക്കുന്ന സോ ഒന്ന് കൊടുക്കാൻ പറ്റും. സോ ഇവിടെ ഞാൻ പോയിട്ട് തൽക്കാലം എനിക്ക് ഈ ക്വസ്റ്റ്യൻ വേണ്ടത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ കൊണ്ടുപോയിട്ട് ഇതിനങ്ങ് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആഡ് ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ പോയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇത് കോപ്പി ചെയ്യുന്നു, ഇതും പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ പോയിട്ട് ഞാൻ വീണ്ടും കോപ്പി ചെയ്യുന്നു, ഇവിടെ പോയിട്ട് ഞാൻ വീണ്ടും പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ പോയിട്ട് ഞാൻ വീണ്ടും ഇത് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഞാൻ പോയിട്ട് ഇനി ലാസ്റ്റ് ഓപ്ഷൻ, എല്ലാ ഓപ്ഷനും ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഒബ്വിയസ്ലി വീഡിയോ ലെങ്ത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ്റും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ വാട്ട് സ്റ്റേജ് യുവർ ബിസിനസ് കറന്റ് ലൈൻ. അവിടെ നിങ്ങൾക്ക് ആസ് എ യൂസർ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏത് സ്റ്റേജിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഓൺടർപ്രണർ ആണെങ്കിൽ ഓൺടർപ്രണർ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഐഡിയ സ്റ്റേജിലാണ് നിങ്ങളുടെ ഐഡിയ ഇരിക്കുന്നത് അവിടെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ സ്റ്റാറിൻ്റെ ഒരു ഐക്കൺ വരും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പം സ്റ്റാറിൻ്റെ ഐക്കൺ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കാൻ പറ്റത്തില്ല. സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇത് ഓഫ് ആണെങ്കിൽ ഒബ്വിയസ്ലി റെഡ് സ്റ്റാർ ഇവിടെ വരത്തില്ല. അതായത് ഇത് സ്കിപ്പബിൾ ക്വസ്റ്റ്യൻ ആണ്, അത് റിക്വയർഡ് അല്ല. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇല്ലാതെയും സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ കോപ്പിയുടെ ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ ഇതിൽ കോപ്പിയുടെ ഓപ്ഷൻ തന്നെ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആവാക്ക്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. സോ സെയിം ക്വസ്റ്റ്യൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ആഡ് ക്വസ്റ്റ്യൻ, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ പുതിയൊരു ക്വസ്റ്റ്യൻ സെറ്റുള്ള ഓപ്ഷൻ കിട്ടും. സോ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് വെച്ചോ. ഞാനിവിടെ ഷോർട്ട് ആൻസർ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ പോയിട്ട് എടുക്കാം. ഒരു ഓപ്പൺ എൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. വാട്ട് ചാലഞ്ച് യു കറന്റ്ലി ഫേസിങ് യുവർ ഓൺടർപ്രണർഷിപ്പ് ജേർണി. സോ ഇവിടെ ഞാൻ ഇത് ഞാൻ എടുത്തിട്ട് ഇവിടെ പോയിട്ട് ഞാൻ ഇതങ്ങ് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ആൻസർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പാരഗ്രാഫിൽ കൊടുക്കാൻ പറ്റും, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ ഇവിടെ റിക്വയർഡ് കൊടുത്തു. ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഡ്രൈവിൽ നിന്നും അല്ലെങ്കിൽ ഫോമിൽ നിന്നൊക്കെ ഓൾറെഡി എക്സിസ്റ്റൻ ഉണ്ടെങ്കിൽ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്ന ഓപ്ഷനുണ്ട്. ഇവിടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. സോ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ്റെ സംഭവം തന്നെയാണ്. സോ അവിടെ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ഇമേജ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
സോ നിങ്ങൾക്കിപ്പം ഗൂഗിൾ ഇമേജിൽ പോയിട്ട് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എന്താ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് ഓൺട്രപ്രണറിൽ. സോ ഇവിടെ ഞാൻ ഇത് മാത്രം ഓൺട്രപ്രണർ മാത്രം എടുക്കുന്നു. ഇത് മാത്രം നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഓൺട്രപ്രണർ ജേർണി ചലഞ്ചസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ സെർച്ച് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഗൂഗിൾ ഇമേജസ് വരും. ഓക്കെ, സോ എനിക്ക് ഇവിടെ ഒരു ഇമേജ് വേണ്ടത് എടുക്കാം. ഞാൻ തൽക്കാലം ഇത് കൊടുക്കുന്നു. ഓക്കെ, തൽക്കാലം ഞാൻ ഇത് കൊടുത്തിട്ട് ഇവിടെ ഇൻസേർട്ട് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വരാത്തെന്താ പോയോ? അതാ ഇവിടെ വന്നിട്ടുണ്ട്, പുതിയൊരു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. സോ ഇവിടെ പോയിട്ട് സെലക്ട് ചെയ്താൽ ഫോട്ടോ എടുത്തിട്ട് സെയിം രീതിയിൽ പോവുക. ഗൂഗിൾ ഇമേജിൽ പോയിട്ട് ചലഞ്ചസ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ചലഞ്ചസ്, അപ്പോഴത്തേക്കും കുറേ ഗൂഗിൾ ഇമേജ് വരും. ഞാൻ അതിലിപ്പം ഈ ഒരു ഇമേജ് ഞാൻ ചുമ്മാ ചൂസ് ചെയ്യുന്നു. കാരണം ഇത് ചൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഇൻസേർട്ട് കൊടുക്കുന്നു. ഇൻസേർട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ക്വസ്റ്റ്യനറിയുടെ അവിടെ ചലഞ്ച് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് സാധനം. സോ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത്ര തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാം. വീഡിയോ അങ്ങനെ ഞാൻ സർവേലൊന്നും ആഡ് ചെയ്ത് കണ്ടിട്ടില്ല. അങ്ങനെ വെച്ചാൽ രണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനോ അങ്ങനെ വല്ല ആണെങ്കിൽ ഓക്കെ, ബട്ട് സർവേയിൽ ആഡ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ സെക്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. സെക്ഷൻ ആഡ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ പോയിട്ട് നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു പുതിയ സെക്ഷനായിട്ട് സെപ്പറേറ്റ് സെക്ഷനായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ആ ഫീച്ചറിൻ്റെ ഒരു ഉപയോഗങ്ങൾ. സോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളൂ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇപ്പോൾ ഞാൻ ഈ സെക്ഷൻ ഡിലീറ്റ് ചെയ്യട്ടെ. ഞാൻ പോയിട്ട് അങ്ങ് ഡിലീറ്റ് സെക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, എടുത്ത് ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നത് മനസ്സിലായിട്ടുണ്ട് നമുക്ക്. ഇനി റെസ്പോൺസിനോടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ കാണിച്ചു തരാം. സർവേ കാണിച്ചു തരാം. ഗൂഗിൾ ഫോംസ്. സോ ഞാൻ ഇവിടെ പോയിട്ട് എൻ്റെ ഒരു പഴയ ഒരു സർവേ കാണിച്ചു തരാം. എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട് ഇവിടെ. ഇതാണോ? ഇത് തന്നെ. ഓക്കെ, സോ ഇവിടെ കാണുകയാണെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തായിരുന്നു. സോ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ഓൺലൈൻ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയായിരുന്നു. സോ അവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ലൈക്കേർഡ് സ്കെയിൽ ഞാൻ ഇവിടെ കണ്ടോ, ലൈക്കേർഡ് സ്കെയിൽ കൊടുത്തു. ഇതാണ് ലൈക്കേർഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ. ഇത് ഗൂഗിൾ ഫോം ലീനിയർ സ്കെയിൽ എന്ന് പറയും. സോ അവിടെ നിങ്ങൾക്ക് റേറ്റ് ചെയ്യാൻ പറ്റും ഏതാണ് വേണ്ടതെന്ന്. സോ ഇവിടെ റെസ്പോൺസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോ, ഇവിടെ റെസ്പോൺസ് അറിയാൻ പറ്റും. ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഏജ് ചോദിച്ചപ്പോൾ ആൾക്കാരുടെ എത്ര ഏജ് ഗ്രൂപ്പിൽ വരുന്നത് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കിങ്ങനെ റേഷ്യോ സ്പ്ലിറ്റ് ആയിട്ട് അവരുടെ റെസ്പോൺസസ് വരുന്ന രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കുറേ ഗ്രാഫും പൈ ചാർട്ടാണ് അതിൽ പറയുന്നത്. സോ ഈ ചാർട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കൂടുതലും ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ വിൽ റെസ്പോണ്ട് ഇറ്റ് അക്കോർഡിംഗ്ലി. സോ ഉണ്ട് ഇവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളും വന്ന് ഓപ്ഷൻസ് അല്ല കുറേ അധികം റെസ്പോൺസ് നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ ആ സെക്ഷൻ്റെ അത് നിങ്ങൾക്ക് ആൾക്കാർ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ സെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയി സെൻഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് അയക്കണമെങ്കിൽ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ പോയിട്ട് ലിങ്ക് ഷോർട്ടിൽ URL കൊടുത്താൽ ചെറിയൊരു ലിങ്ക് ആയിട്ട് ഇങ്ങനെ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയും കൊണ്ട് പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് അല്ല വാട്സപ്പ് എടുത്ത് ചെയ്യാൻ പറ്റും. മെയിൽ വഴി ആൾക്കാരെ ക്യാച്ച് ചെയ്യണമെങ്കിൽ മെയിലിൽ അയക്കാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഗൂഗിൾ ഫോമിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഒരാൾ കാണും, അല്ലെങ്കിൽ ഒരു യൂസർ എങ്ങനെയായിരിക്കും ഒരു സർവേ ഫില്ല് ചെയ്യാൻ പോകുന്ന ഒരാൾ എങ്ങനെയായിരിക്കും കാണുന്നത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ ആയിരിക്കും അവരുടെ ആൾ കാണുന്നത്, ലൈക്ക് യൂസർ കാണുന്നത് സർവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്. സർവേ ഫില്ല് ചെയ്യുന്ന സമയത്ത്. സോ അവർ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ ഐഡിയ സ്റ്റേജിലാണ് കൊടുക്കും എന്ത് ചാലഞ്ചാണ് ഫേസ് ചെയ്യുന്നത്. സോ എൻ്റർ യുവർ ചാലഞ്ച് എന്ന് ചുമ്മാ ടൈപ്പ് ചെയ്ത്. ഓക്കെ, സോ അവർക്ക് ഇവിടെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ പോയിട്ട് റെസ്പോൺസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു റെസ്പോൺസ് ഞാൻ ലൈവായിട്ട് ഇവിടെ ചെയ്ത് കാണിച്ചല്ലോ. സോ റെസ്പോൺസർ വന്നിട്ടുണ്ട്. ഇവിടെ റെസ്പോൺസ് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് സ്റ്റേജിലാണ് നിങ്ങളുടെ ബിസിനസ്. സോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാൾ ചെയ്തിട്ടുള്ളൂ. സോ ഐഡിയ സ്റ്റേജിലാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇപ്പം. സോ ഇവിടെ കാര്യങ്ങൾ മാറുന്നതനുസരിച്ച് ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് ഈ റേഷ്യോ സ്പ്ലിറ്റായി വരുന്നതായിരിക്കും. ഇപ്പോൾ ഐഡിയ സ്റ്റേജാണ് ഇപ്പോൾ ഒരാളെ ഫില്ല് ചെയ്തിട്ടുള്ളൂ. സോ ഐഡിയ സ്റ്റേജ് കംപ്ലീറ്റ്ലി ബ്ലൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ അവിടുത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് സ്റ്റേജിലാണെങ്കിൽ ഇവിടെ റെഡ് ആയിട്ട് കാണിക്കും. സോ റെഡ് ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. സോ ഇതാണ് സർവേയെ കുറിച്ച് പറയാനുള്ളത്. ഗൂഗിൾ ChatGPTയുടെ ഹെൽപ്പോടെ ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് എങ്ങനെ ഒരു UX സർവേ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ബേസിസ്റ്റ് ആയിട്ട് ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണോ, ലൈക്ക് ഇതിനെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കുറച്ചും കൂടെ റെസ്പോൺസ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ, അതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ഇതിനൊരു ഡിസൈൻ ചെയ്യണോ, ലൈക്ക് നമുക്കൊരു ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ചുമ്മാ ഫിഗ്മയുടെ അത് ഡിസൈൻ ചെയ്ത് കാണിക്കണമെന്ന് പറയുക. കാരണം അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർ എൻ്റയർ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ജേർണി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാണിക്കാൻ പറ്റും. സോ ഐ തിങ്ക് ലൈവായിട്ട് തന്നെ കാണിക്കാൻ പറ്റുന്നതായിരിക്കും. ലൈവ് ഇൻ ദ സെൻസ്
ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യണം. കാരണം ഞാൻ ഭയങ്കര പ്ലാൻ ചെയ്ത് വന്നതല്ല, പെട്ടെന്ന് തന്നെ മനസ്സിൽ ഇങ്ങനെ നമുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ച് ഞാൻ ടോപ്പിക് എൻട്രി ചെയ്തതാണ്. ബട്ട് ഇഫ് യു വോണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ആവുന്നതാണ്. സോ നിങ്ങൾക്ക് പ്രോപ്പർ ജേർണി മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. സോ ആ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഫിഗ്മയിൽ സാധനം ഡിസൈൻ ചെയ്ത് പ്രോട്ടോടൈപ്പ് ഉൾപ്പെടെ ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ എത്തിക്കണമെന്ന് നിങ്ങൾ പറയുക. സോ നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഒബ്വിയസ്ലി കുറച്ച് ടൈറ്റ് ആണ് ടൈമൊക്കെ. സോ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടുന്ന ആ ഒരു ടൈം മാറുന്നുണ്ട്. പിന്നെ ചാനൽ 1K ആയിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ ദാറ്റ്. സോ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കുറച്ച് ടൈം എടുക്കും, ബട്ട് വി വിൽ മേക്ക് ഷുവർ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും നോക്കണം. കുറച്ച് എക്സാംസും കാര്യങ്ങളും വരുന്നുണ്ട് അതുകൊണ്ടാണ്. സോ യാ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.